കാസർഗോഡ് പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ താമര കൈമാറ്റം. സ്ഥിരം സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. അംഗത്തിന്റെ പിന്തുണയോടെ 3 കോൺഗ്രസ് ലീഗ് വനിതാ അംഗങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടു. സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പിലുടനീളം കോലിബി സഖ്യം തുടരാനാണ് തീരുമാനം. പുല്ലൂർ പെരിയ പഞ്ചായത്ത് പരസ്യമായ കോലിബി സഖ്യത്തിലൂടെ താമര കൈമാറ്റത്തിന്റെ കാസർഗോട്ടെ മറ്റത്തൂർ മോഡലാവുകയാണ്. ഗ്രാമപഞ്ചായത്തിലെ 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ വനിതാ അംഗങ്ങളുടെ സംവരണ സീറ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോലിബി സഖ്യം വിജയിച്ചു. LDF 9, UDF 9, BJP 1 ഇങ്ങനെയാണ് പഞ്ചായത്തിലെ കക്ഷിനില. BJP അംഗത്തിന്റെ വോട്ട് സ്വീകരിച്ച വികസനം, ക്ഷേമം, ആരോഗ്യ, വിദ്യാഭ്യാസം എന്നീ സ്ഥിരം സമിതികളിലാണ് വനിതാ സംവരണ തെരഞ്ഞെടുപ്പിൽ UDF വിജയിച്ചത്. LDF 9ഉം UDF BJP സഖ്യത്തിന് 10 വോട്ടുകളാണ് ലഭിച്ചത്. സ്ഥിരം സമിതികളിലെ പൊതുവിഭാഗം അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് ബുധനാഴ്ച നടക്കും. കോലിബി സഖ്യത്തിലൂടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലെ 5 അംഗങ്ങളിൽ BJP അംഗമടക്കം 3 പേരെ വീതം വിജയിപ്പിച്ച ചെയർമാൻ സ്ഥാനം പിടിച്ചെടുക്കുകയാണ് ലക്ഷ്യം. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വൈസ് പ്രസിഡന്റായ UDFിലെ അഡ്വക്കേറ്റ് M. ബാബുരാജ് തെരഞ്ഞെടുപ്പില്ലാതെ ചെയർമാനായി വരും. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ കോലിബി സഖ്യം ഉറപ്പിച്ചിരുന്നെങ്കിലും പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിനുണ്ടായ തർക്കത്തെ തുടർന്ന് ധാരണ നടക്കാതെ പോവുകയായിരുന്നു. കോൺഗ്രസിലെ തർക്കത്തെ തുടർന്ന് UDFിനൊപ്പം BJP അംഗവും തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചതോടെയാണ് ധാരണ മറനീക്കി പുറത്തു വന്നത്. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ LDFിലെ സബിത ചൂരിക്കാട് പ്രസിഡന്റായും വൈസ് പ്രസിഡന്റായി കോൺഗ്രസിലെ അഡ്വക്കേറ്റ് ബാബുരാജും തെരഞ്ഞെടുക്കപ്പെട്ടു. ഇതിന് പിന്നാലെയാണ് BJPയുമായി അവിശുദ്ധ സഖ്യമുണ്ടാക്കി UDF ജനവിധിയെ വെല്ലുവിളിക്കുന്നത്. കൈരളി ന്യൂസ്, കാസർഗോഡ്.